എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി നോക്കാം. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കേക്കാണ്. അത് ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ട് വന്നു. സാധാരണ ഐസിംഗ് ഒക്കെ ചെയ്യുന്ന കേക്കിനെക്കാട്ടിലും വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ളൊരു കേക്കാണിത്. ഞാനിവിടെ ഫില്ലിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഐസ്ക്രീമാണ്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലുള്ള ഐസ്ക്രീം വേണമെങ്കിലും എടുക്കാം. പിന്നെ പൈനാപ്പിൾ വെച്ചിട്ട് ഒരു ഷിഫോൺ കേക്ക് ഞാൻ ഉണ്ടാക്കി. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഫ്രഷ് ക്രീം കൊണ്ടുള്ള ഒരു കവറിങ്ങും ചെയ്തു. അപ്പോൾ ഇത് ആണ് ഇന്നത്തെ വെറൈറ്റി ആയിട്ടുള്ള കേക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഷിഫോൺ കേക്ക് എന്താണെന്ന് അറിയാത്തവർക്കായി ഞാൻ പറയാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഷിഫോൺ കേക്ക്. അത് നമ്മളുടെ ബട്ടർ കേക്കിൻ്റെയും ഓയിൽ കേക്കിൻ്റെയും ഇടയിൽ വരുന്ന ഒരു കേക്കാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതി സാധാരണ ഉണ്ടാക്കുന്ന രീതിയെക്കാട്ടിലും വ്യത്യസ്തമാണ്. അപ്പം നമ്മുടെ മുട്ടയുടെ വെള്ള നന്നായിട്ട് പതപ്പിച്ചിട്ട് അവസാനം ചേർക്കും. അതാണ് ഷിഫോൺ കേക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന കേക്ക് ഷിഫോൺ കേക്ക് ആക്കുകയാണെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് അതിരിക്കും. അതായത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് കട്ടിയായിട്ട് പോവില്ല. സാധാരണ ബട്ടർ കേക്കൊക്കെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് കുറച്ച് ഹാർഡായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഷിഫോൺ കേക്ക് വെച്ചിട്ട് ഐസിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ സോഫ്റ്റും മോയിസ്റ്റും ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഞാനിവിടെ ആദ്യം തന്നെ നമുക്ക് ഷിഫോൺ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പകുതി പൈനാപ്പിൾ ചെറുതായിട്ട് മുറിച്ചിട്ട് പഞ്ചസാരയും വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കറുത്ത ഭാഗം നമുക്ക് മാറ്റിയിട്ട് വേണം അത് ചെറുതായിട്ട് അരിയാനായിട്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ ആ വേവിച്ച പൈനാപ്പിളിൽ നിന്ന് വന്ന വെള്ളമാണ്. അത് നമുക്ക് കേക്കിൽ ചേർക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. പിന്നെ വേണ്ടത് 1 കപ്പ് മൈദയാണ്. ഈ 1 കപ്പ് എന്ന് പറയുന്നത് 240 ml ആണ്. പിന്നെ ബേക്കിംഗ് പൗഡർ വേണം. അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഇതൊരു 200 ml എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം അനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ വെജിറ്റബിൾ ഓയിലാണ്. ഇതൊരു 150 ml എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 4 മുട്ടയാണ്. അതിൻ്റെ വെള്ളയും മഞ്ഞയും വേർതിരിച്ച് വെച്ചിരിക്കുന്നതാണിത് 2 പാത്രത്തിലായിട്ട്. ഇനി വേണ്ടത് ഫ്ലേവറിങ്ങിനായിട്ട് നിങ്ങൾക്ക് വാനില എസൻസ് അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് ചേർക്കാം. നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ കളർ കൂടി ചേർക്കാം. അപ്പം ഇവിടെ ഞാൻ ചേർക്കുന്നില്ല. പിന്നെ അവസാനമായിട്ട് വേണ്ടത് പുളിയില്ലാത്ത തൈരാണ്. ഇതൊരു 100 ml വേണ്ടി വരും. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് ബീറ്റ് ചെയ്യുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള പാത്രത്തിൽ വേണം ഈ മുട്ടയുടെ വെള്ളം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലേഡ്സും നല്ല ക്ലീൻ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇത് നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വരികയുള്ളൂ. ഇനി വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയില്ലേ, അതിൽ നിന്നും ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ഇതിൽ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേണം ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ഇത് നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വരുന്നതാണ്. നമ്മൾ കേക്ക് മിക്സിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നല്ല ക്ലീനായിട്ട് നമ്മുടെ ബ്ലേഡ്സൊക്കെ ഇരിക്കും. ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. നല്ല സ്റ്റിഫ് പീക്സ് ആകാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ബീറ്റിംഗ് ഒന്ന് നിർത്തി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബ്ലേഡ്സിൽ നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റിഫ് പീക്സ് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞയിലേക്ക് കുറച്ച് വാനില എസൻസ് അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പൈനാപ്പിൾ എസൻസ് ആണെങ്കിൽ 1-2 തുള്ളി മതി. ഇതിപ്പോൾ വാനില എസൻസ് ആയതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഏകദേശം ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബീറ്റായി കിട്ടും. ഞാനിവിടെ ചേർക്കുന്നത് ചെറിയ തരിയുള്ള പഞ്ചസാരയാണ്. പഞ്ചസാര നിങ്ങളുടെ മധുരം അനുസരിച്ച് ചേർക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം.
വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഒരു 100 ml ചേർത്ത് കൊടുക്കാം. നല്ലൊരു പൈനാപ്പിളിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇസൻസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് കൂടി ചേർത്ത് കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ലോ സ്പീഡിലൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം ബീറ്റർ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു സ്പാറ്റിലയോ തടിത്തവിയോ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് നമ്മൾ ഓൾറെഡി പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള 2 പോർഷനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്തിട്ട് സ്പാറ്റുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അധികമായിട്ടിട്ട് മിക്സ് ചെയ്തത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയേ ആകൂ. ഇനി ബാക്കിയുള്ള മുട്ടയുടെ വെള്ളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതേ സമയം നമ്മളെപ്പോഴും അവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് വേണം മിക്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ 180 ഡിഗ്രിയിൽ അവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ടൊരു 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണിത്. ഇത് ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഗ്രീസ് ഒന്നും ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ നിങ്ങൾക്കിത് ഒഴിക്കാവുന്നതാണ്. നമ്മുടെ ബാറ്റർ മുഴുവനായിട്ടും കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ കളയുക. അതിനുശേഷം ഓൾറെഡി പ്രീ ഹീറ്റായി കിടക്കുന്ന അവനാണിത്. ഇതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ വെച്ച് കൊടുക്കുക. ഇനി ഒരു 30 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അവനിൽ നിന്ന് മാറ്റി വെക്കാം. ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം നമ്മൾ കേക്ക് ടിന്നിൽ നിന്നും എടുക്കാനായിട്ട്. അതിന് മുന്നേ നമ്മൾ ഒരു ടൂത്ത് പിക്ക് ഇട്ടിട്ട് നോക്കുക കേക്ക് നന്നായിട്ട് ബേക്കായോ എന്ന്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ടൂത്ത് പിക്ക് നന്നായിട്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം കേക്ക് നന്നായിട്ട് ബേക്കായി. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഒരു നൈഫ് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിട്ട് കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇളകി വരും. നമ്മുടെ ഷിഫോൺ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റാണ്. സ്പോഞ്ച് കേക്കിനെക്കാട്ടിലും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ ഇനി നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്ക് ഐസിങ് ഒക്കെ ചെയ്യാനായിട്ട്. ഇനി ഈ കേക്ക് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഐസിങ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഐസിങ്ങിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഐസ്ക്രീമാണ്. അതായത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. വാനില ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഐസ്ക്രീം നല്ല കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ അതൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് വേണം നിങ്ങൾ എപ്പോഴും ഫില്ലിംഗ് ആയിട്ട് ചേർത്ത് കൊടുക്കാൻ. അപ്പം നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ഐസ്ക്രീം മുഴുവനായിട്ട് കേക്കിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കുക.
ഒരു നൈഫ് വെച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. ഐസ്ക്രീം നല്ല കട്ടിയായിട്ടിരുന്നാൽ ഇങ്ങനെ ലെവൽ ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്, അതാണ് ഞാൻ നോർമലാക്കാൻ പറഞ്ഞത്. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ഐസ്ക്രീം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചോക്ലേറ്റ് ചിപ്സ് ഉള്ളതാണ്. അപ്പോൾ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് പ്ലെയിൻ ആയിട്ടുള്ള ഐസ്ക്രീം എടുക്കുന്നതാണ്. അപ്പോൾ പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി വന്ന ഐസ്ക്രീം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവൻ ഐസ്ക്രീം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിരുന്നത്. അത് മുഴുവനായിട്ട് ഇതിലിട്ട് കൊടുത്തു. ശേഷം നമ്മൾ മറ്റേ ഭാഗം കൂടെ എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക കേക്കിൻ്റെ. എപ്പോഴും നമ്മൾ ഐസ്ക്രീം ഫില്ല് ചെയ്യുമ്പം സൈഡിലേക്ക് ഒത്തിരി വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് ലീക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫ്രഷ് ക്രീം കൊണ്ടുള്ള ഒരു കവറിങ് ആണ്. ഞാൻ ഓൾറെഡി ഇവിടെ ഫ്രഷ് ക്രീം വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വിപ്പ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്, എങ്ങനെയാണ് ഞാൻ ഈ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് വിപ്പ് ചെയ്തതെന്ന്. അപ്പോൾ അത് എല്ലാവരും കാണുക. അപ്പോൾ നമ്മൾ ഈ ഫ്രഷ് ക്രീം കൊണ്ടുള്ള കവറിങ് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക കേക്ക്. നല്ല സ്മൂത്ത് ഫിനിഷ് വരണം എന്നൊന്നുമില്ല. നമ്മളിപ്പം ഈ കേക്കിൻ്റെ ഈ ടിൻ വെച്ചിട്ട് നമ്മളിത് കവർ ചെയ്യാനായിട്ട് പോപ്പിംഗ് കൂടി ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ പൈപ്പിംഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു പൈപ്പിംഗ് കൂടെ ചെയ്യുകയാണ്. ഇതിപ്പോൾ ഫ്രഷ് ക്രീം വെച്ചിട്ടാണ് ഞാൻ പൈപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റണ്ണിയൊന്നും ആയി പോകുന്നില്ല, വളരെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റണ്ണിയായി പോകുന്നുണ്ടെന്നുള്ളവർ നിങ്ങൾ ഫ്രോസ്റ്റിങ്ങിൻ്റെ വീഡിയോ കൂടി കാണുക, ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മളുടെ പൈനാപ്പിൾ കുറച്ച് ബാക്കിയുണ്ട്, അത് ഇതിൻ്റെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ, അതായത് ഫ്രീസറിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഷിഫോൺ കേക്ക് വിത്ത് ഐസ്ക്രീം ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഇത് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതൊരു പാർട്ടിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വേണ്ടി കട്ട് ചെയ്ത് കാണിക്കുകയാണ്. കുറച്ച് സമയം കൂടി നിങ്ങളത് വെക്കണം. ഇവിടെ ഞാനൊരു 30 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് വളരെ സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. സോഫ്റ്റ്നെസ് പോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു കേക്കാണ്. നമ്മൾ ഈ ഐസ്ക്രീം ഇതിൻ്റെ ഫില്ലിങ്ങായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ നിങ്ങൾക്ക് എനിക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.